ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ചോദിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച മറ്റൊരു റെസിപ്പിയാണ് പഴംപൊരിയുടേത്. ഇന്ന് നമുക്കൊരു 50 പഴംപൊരി ഉണ്ടാക്കാനുള്ള റെസിപ്പി ഒന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ 1 കിലോഗ്രാം മൈദ ചെറിയ കണ്ണില്ല അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. നമ്മളൊരു 100 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് 2 ഏലക്കായാണ്. അത് നന്നായി ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചേർത്ത് കൊടുത്തത് 2 ടീസ്പൂൺ അരിപ്പൊടിയാണ്. പഴംപൊരി കുറച്ച് ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി സഹായിക്കും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മൈദപ്പൊടിൻ്റെ കട്ടയെല്ലാം ഒന്ന് ഉടയുന്നവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് അപ്പക്കാരം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചേരുവകളാണ് പഴംപൊരിക്ക് പ്രധാനമായിട്ട് വേണ്ടത്. മുട്ട ചേർത്ത് കൊടുക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം, നമ്മൾ ചേർക്കുന്നില്ല. പഞ്ചസാര ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് നോക്കുമ്പോൾ മധുരം കുറച്ച് കുറവ് പോലെ തോന്നിയത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് തന്നെ മാവ് കുറച്ച് ലൂസാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിച്ച് വേണം മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കി ഒരു അരമണിക്കൂറിനുള്ളിൽ ചുട്ട് തുടങ്ങാറുണ്ട്. പക്ഷേ ഇപ്പം കൂടുതൽ സമയം വെക്കുമ്പം അതിനനുസരിച്ച് പഴംപൊരിക്ക് നല്ലൊരു ടേസ്റ്റും സോഫ്റ്റും കിട്ടുന്നതുകൊണ്ട് നമ്മൾ മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാറുണ്ട് കേട്ടോ. പഴംപൊരിക്കുള്ള മാവിന്റെ പാകം ഇതാണ്. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 13 പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു പഴം 4 പീസാണ് ആക്കിയത് കേട്ടോ. റെസ്റ്റിന് വെച്ചതിന് ശേഷം അമിത ഓരോ പഴംപൊരിയായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചൂട് പഴംപൊരി ഇതാ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് പൊരിഞ്ഞു വരുന്നുണ്ട്. നമ്മളെ ചട്ടി കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ ഈ 2 വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പം നല്ല ടേസ്റ്റിലും സോഫ്റ്റിലും നല്ല ചൂട് പഴംപൊരിയുടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് അറിയിക്കാൻ ആരും മറക്കല്ലേ.